Okay, good evening. Good evening. Good evening. Anyway, നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളോട് വരാൻ കാരണം എന്താണ്? വെറുതെ വന്നാണോ? അല്ല, എന്തിനാ ഉത്തരമാണ്. എന്താ വരാൻ കാരണം? വീട്ടിലിരുന്നും പണം സമ്പാദിക്കാൻ. നമുക്ക് ഇത് വലിയൊരു വിഷയമാണ്. കാരണം വെച്ചാൽ കാലങ്ങളായിട്ട് ചില ആൾക്കാരെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കഴിക്കുന്ന സാധനം എന്താണല്ലോ, പേപ്പറിൽ ഇങ്ങനെ കാണും വീട്ടിൽ പണം സമ്പാദിക്കാം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവും ഇന്നത്തെ പൈസ കിട്ടോ അല്ലെ, വേറെ എവിടെയും കേട്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും, ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലെ, തൊട്ടുകൊടുക്കാൻ പറ്റും, ഇങ്ങനെ അയാളെ തൊട്ടുകൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളടുത്തേക്ക് സാധനം കിട്ടുന്നില്ല. അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ വരുന്നത് അല്ലെ. ഒരു കാരണം ഉണ്ടാവും എല്ലാവരും. ആ കാരണമാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് IT? എന്താണ് IT? ഇൻഫോർമേഷൻ ടെക്നോളജി. വളരെ സിമ്പിൾ ആണ്. നമുക്കിത് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം നമ്മളെ കമ്പനിയെ പരിചയപ്പെടുത്താം. നിങ്ങൾ വീഡിയോ കണ്ട ആൾക്കാരുണ്ട്. ഫസ്റ്റ് നമ്മൾ വീഡിയോ പ്ലേ ചെയ്തു. ഫിറ്റാക്ട് IT ക്ലബ്, IT അക്കാഡമി എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഫിറ്റാക്ട് ഉള്ളത്. അതിന്റെ കൂടെ തന്നെ ഫിറ്റാക്ടിന്റെ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്, ഫിറ്റാക്ട് IT ക്ലബ്ബ്. ഈ IT ക്ലബിന്റെ പിന്നെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ളത്. എന്താണ് IT ക്ലബിന്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് IT-യിലൂടെ എങ്ങനെ നമുക്ക് ഇടിച്ചു കയറാം, മുന്നോട്ട് പോവാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം IT എവിടെ നിൽക്കുന്നത്? IT എവിടെ ഉള്ളത്? ഒരു ഇന്റർനെറ്റ് കഫേ നടത്തുന്ന ഒരാള്, DTP നടത്തുന്ന ഒരാള് അല്ലെ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ജോലി ചെയ്യുന്ന ഒരാള്, ഇങ്ങനെ ചെറിയ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ IT എന്ന് പറയുമ്പോൾ. ആണോ? അവര് ജോലിക്ക് പോയി കഴിഞ്ഞാൽ IT എന്താ കിട്ടുക? 8,000, 10,000, 12,000, 15,000, മാക്സിമം 20,000 കിട്ടൂലേ. എന്നാൽ നമ്മൾ ചിന്തിക്കാണ് ഇതാണോ IT? ഇതല്ല IT. ഇതിന് അപ്പുറത്തേക്ക് വലിയ ഉയരത്തിലാണ് IT ഉള്ളത്. അവിടേക്ക് നമുക്ക് മാറാം. അപ്പൊ ഞാൻ പറഞ്ഞു ഫിറ്റാക്ട് IT ക്ലബിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ്. നേരത്തെ സാറ് ചോദിച്ചില്ല, ജവാബ് ചോദിച്ചപ്പോൾ എത്ര ആൾക്കാർ മെസ്സേജ് കണ്ടു വന്നിട്ടുണ്ട്? എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്? മെസ്സേജ് വന്നിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ്, അതുപോലെ തന്നെ SMS വന്ന ആൾക്കാരൊക്കെ കുറെ ആൾക്കാരുണ്ടല്ലേ, പേഴ്സണലായിട്ട് വന്ന ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് പറഞ്ഞ് അറിഞ്ഞ് അങ്ങനെയൊക്കെ വന്ന ആൾക്കാരെ അറിയുണ്ടോ? 2 ആൾക്കാരുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് 2 ഭാഗമാണ്. അത് ഫിറ്റാക്ടിന്റെ അഫിലിയേഷന്റെ ഭാഗമായിട്ടാണ് ഈ മെസ്സേജ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. ഫിറ്റാക്ട് IT ക്ലബിന്റെ മെസ്സേജിംഗ് പ്രോഗ്രാം ഉണ്ട്. അത് അഫിലിയേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലൂടെ പൈസ ഉണ്ടാക്കാൻ വരുന്ന മാർഗങ്ങളുണ്ട്. അത് നിങ്ങൾ സംസാരിക്കാൻ ആവശ്യത്തിലേക്കൊക്കെ അതിന് തുടക്കിട്ടുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ വരാനൊരു കാരണം എന്താണ്? IT-യിൽ ഉള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാമെന്നാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ അവിടേക്ക് നമ്മൾ കിടക്കായിട്ട് നമുക്ക് കമ്പനിയുടെ MD-യെ പരിചയപ്പെടാം. രണ്ടാമത് ഒരു വീഡിയോ ഇട്ടില്ലേ, വീഡിയോ മുസ്തഫ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ സാറാണ് ഫിറ്റാക്ടിന്റെ MD. സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 50-60 സോഫ്റ്റ്വെയറോളം പഠിച്ച് റിസർച്ച് ചെയ്ത് അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ്. ആ ലെവലിലാണ് സാറ് നമുക്ക് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം 5000 സ്റ്റുഡൻസ് സാറിന്റെ കയ്യിൽ ഫിറ്റാക്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. IT ലെവലിൽ 5000 സ്റ്റുഡൻസ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി എന്നൊരു കൺസെപ്റ്റ് ഒക്കെ നമുക്കുണ്ട്, ഫിറ്റാക്ടിനുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ സെമിനാറുകൾ നടത്തുന്നത്. കാരണം വെച്ചാൽ ജനങ്ങളിലേക്ക് IT-യുടെ പ്രാധാന്യം എത്തിക്കാം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. IT-യെ തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ആൾക്കാർ, IT-യിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൈകൊക്കെ, IT-യിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൈകൊക്കെ കൈ നോക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുകയാണ് ഇതിന് ശരി തെറ്റി എന്നൊരു സാധനമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ശരിയാവുമോ, ഈ തെറ്റിപ്പോ, ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കൈ നോക്കിക്കോളും. കാരണം വെച്ചാൽ ഇത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒരു കോൺവെർസേഷനായി മാറും. അല്ലെങ്കിൽ ഞാൻ വൺ വേ മാറും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അയാളെന്തോ പറഞ്ഞാൽ എനിക്ക് പോയി എന്ന് പറയാം. അപ്പൊ അതിൽ നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോവാം. IT-യിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നിലവിൽ ഒരാളുണ്ട്. പിന്നെ ആരെങ്കിലും ഉണ്ടോ? എന്താ ജോലി ചെയ്യുന്നത്? അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. വേറെ ആരും IT ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, IT പഠിച്ചെത്ര ആൾക്കാരുണ്ട്? കൈമുക്കിയേ. 1, 2, 3, 4. IT ഒരു ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പഠിച്ച ആൾക്കാരില്ലേ? ഒന്ന് നോക്കിയേ. ഒന്നുമില്ല. പഠിച്ചിട്ടില്ലേ? സോഫ്റ്റ്വെയർ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല? നോ പ്രോബ്ലം, സാധിക്കോളൂ. ഞാൻ എന്തിനാ ചോദിക്കുന്നത് വെച്ചാൽ IT-യിൽ ജോലി എടുക്കുന്ന ആൾക്കാരും IT പഠിച്ച ആൾക്കാരും തമ്മിലെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു നമ്മൾ കാണുന്ന IT കേരളത്തിൽ എങ്ങനെയാണ്. അപ്പൊ IT-യിൽ ജോലി എടുക്കുന്ന ആൾക്കാർ, IT-യിൽ പഠിച്ച ആൾക്കാർ നമ്മൾ ചോദിച്ചപ്പോൾ എത്ര ആൾക്കാരെ കൈപോക്കി? ഒരു സോഫ്റ്റ്വെയറിൽ മിനിമം പഠിച്ച ആൾക്കാർ ഒരുപാട് ആൾക്കാരെ കൈപോക്കിയില്ല. ഏകദേശം 50% മേലെ ഇവിടെ കൈപോക്കി. ഞാൻ IT-യിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസും ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ എത്ര ആൾക്കാർ IT-യിൽ ജോലി ചെയ്യുന്നുണ്ട്?
ഒരാളാണ് കൈകൊട്ടിരിക്കുകയാണുണ്ടോ എനിക്ക് അറിയില്ല, നിങ്ങളുടെ മനസ്സിൽ അല്ലെ പുറത്തേക്ക് വായിക്കണം എനിക്ക് അറിയില്ല. ഓക്കെ, ഒരാളാണ് കൈകൊട്ടുക. ഞാൻ പറയാൻ കാരണം വെച്ചാൽ IT എന്നുള്ള സാധനത്തിന്റെ കുറവുകൊണ്ടാണോ ഒരാൾ മാത്രം IT വർക്ക് ചെയ്യുന്നത്? ആണോ? ആണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ മാത്രം ഇത്രയും ആൾക്കാർ കൂടിയിരുന്നില്ലേ? വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇത്രയും ആൾക്കാരിൽ ഒരാൾ മാത്രമേ വർക്ക് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കാം അവിടെ ഒരാൾ മാത്രമായി ബാക്കിയായിരുന്നു? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ നിലവിലുള്ള ഏറ്റവും വലിയ ടെക്നോളജി ഏതാണ്? IT തന്നെയല്ലേ ഏറ്റവും പുതിയ ടെക്നോളജി. നമ്മളൊക്കെ വലിയ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള സ്റ്റേറ്റിനെ പോലെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. കേരളത്തിലെ ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ഡൽഹി പോയിട്ട് കേരളം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കും, ഇവർ ഇംഗ്ലീഷാണ് സംസാരിക്കുക, നമ്മൾ മലയാളം സംസാരിക്കുള്ളൂ. പക്ഷെ അവർ സമയത്ത് അവരൊക്കെ ചിന്തിക്കുന്നത് ഇവർ ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം എഡ്യൂക്കേഷൻ അല്ലെ, സാക്ഷരതയിലൊക്കെ ഭയങ്കര മുന്നേറ്റം നടക്കുന്ന എല്ലാവർക്കും വരാം. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം IT പഠിച്ചു, എന്നിട്ട് പോലും നമുക്ക് IT നിലനിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തുകൊണ്ടായിരിക്കാം? അതിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ക്വാളിറ്റിയുടെ ITയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നമാണോ? ഇത് രണ്ട് പ്രശ്നമുണ്ട്. ഒന്നുകിൽ ITയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സാധ്യതകൾ അറിയാത്ത പ്രശ്നം. യെസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ആ സാധ്യതകളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ മുന്നേ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, എന്താ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ IT എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങൾ IT എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ആരാ നിങ്ങൾ പറയാം? ബിൽഗേറ്റ്സിന്റെ പ്രത്യേകത എന്താ? ബിൽഗേറ്റ്സ് എന്താ പണി? IT-ലാണോ? അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുണ്ടാവുന്ന ഒരു ഇതിലാണ്, IT-ലാണ്. ഏറ്റവും പെട്ടെന്ന് കോടീശ്വരനാകുമ്പോൾ എത്ര പണി എന്താണ്? ഇതൊക്കെ എല്ലാവർക്കും പറയും, കുറെ ആൾക്കാർക്ക് പറഞ്ഞില്ലേ, ഇതൊക്കെ അറിയുന്നത് നമ്മളിൽ ഒരാൾ മാത്രമേ IT-ലുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? IT-നെ പറ്റി, IT-യുടെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലെ? ആള് പറഞ്ഞല്ലേ IT-യുടെ സാധ്യത തിരിച്ചല്ല. ഈ IT-യുടെ സാധ്യതകളാണ് നമ്മൾ സംസാരിക്കുന്നത്. IT-യുടെ ഒരുപാട് തലത്തിലേക്കൊന്നും പോകുന്നില്ല. IT-യുടെ ഏറ്റവും ചെറിയ ഭാഗം എന്തിനേറെ പറയും, നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നിങ്ങളെല്ലാവരും നിലവിൽ IT-യാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ നമ്മൾ സുബഹിക്ക് എണീക്കൂലേ, അതിരാവിലെ എണീറ്റിട്ട് ആദ്യം നമ്മൾ തപ്പുന്ന സാധനം എന്താണ്? മൊബൈലാണ് നമ്മൾ തപ്പുന്നില്ല. ഇനി രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ കയ്യിലെ സാധനം ഉണ്ടാവാം, അത് മൊബൈൽ. ഇനി രാത്രി നമ്മൾ 2 മണിക്ക് ഞെട്ടി എണീറ്റു, അപ്പോൾ നമ്മൾ തപ്പുന്ന സാധനം എന്താണ്? ഇതിനിടയ്ക്ക് ഈ സാധനം ഇല്ലാത്തൊരു പരിപാടി ഉണ്ടോ നമുക്ക്? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം 2 മണിക്കൂറിൽ കുറവ് മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൈവക്കി 3 മണിക്കൂറിൽ കുറവ് മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൈവക്കിയത് 4 മണിക്കൂർ ഒരാൾ. ഞാൻ അങ്ങോട്ട് ചോദിക്കണം? ഓക്കെ, 5, 6, 7 മണിക്കൂർ. ഞാൻ പട്ടാമ്പി ഒരു പരിപാടി നടക്കുകയാണ്, അത് ഞാൻ ചുമ്മാ ചോദിച്ചു. കുറെ കോളേജിലാണ്, അപ്പൊ ഞാൻ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്, സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ചോദിച്ചു, മൊബൈലിൽ നിങ്ങൾ എത്ര സമയം ഉപയോഗിക്കും? ആരും കിട്ടുന്നില്ല. പിന്നെയും ചോദിച്ചു. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, നിങ്ങൾ ഒരാളാണെങ്കിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞാൻ ചോദിച്ചല്ലോ, ചോദിച്ചു പോയി. എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അവസാനം ഒരാളെനിക്ക് മൊബൈലിൽ അതിനകത്തൊന്നുമില്ല. ഞാൻ കുറച്ച് സമയം, എത്ര സമയം എന്റെ മൊബൈലിൽ ചാർജ് ചെയ്യുന്നവരെ ഉപയോഗിക്കും. സമയമാണല്ലോ. ഏതാ മൊബൈൽ? ഏറ്റവും പുതിയ സാംസങ്ങിന്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. എത്ര സമയം ചാർജ് പോയി? ഏറ്റവും കൂടുതൽ ഒരു ദിവസം നിൽക്കൂലേ? അപ്പൊ ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന ആളാണെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ പറയാൻ കാരണം, ഈ 3-4 മണിക്കൂർ ഉപയോഗിക്കുന്ന ആൾക്കാരില്ല, 5 മണിക്കൂറിൽ കൂടുതലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പല ആൾക്കാർ അല്ലെ? എന്നാൽ നമ്മൾ ഈ 5 മണിക്കൂർ ഉപയോഗിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടായി? ഇല്ല. 5 പൈസ വരുമാനമില്ല. നമുക്ക് എത്ര പുലിക്കാരിൽ നിന്ന് 1 രൂപ പോലും വീഴാറില്ല. ഉണ്ടോ അല്ലേ? ഇല്ല. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. 2 മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ പരിചയമുള്ളവരുടെ കൈകൊക്കെ 2 മൊബൈൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. എനിക്ക് 2 മൊബൈൽ ഉണ്ട് എന്നല്ല ചോദിക്കുന്നത്. സ്ഥിരമായിട്ട് 2 മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഉണ്ട്. കൈകൊക്കെ ഒരാളുണ്ട് അല്ലെ? 2 മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഇപ്പൊ സാധാരണ എല്ലാവർക്കും മൊബൈൽ ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും മൊബൈൽ എന്താണ് ഏറ്റവും നല്ല ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും. നമ്മൾ ആ ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാം, അതിലുള്ള
കോൺഫിഗറേഷൻ നോക്കുമില്ലേ, ക്യാമറ നോക്കും, പിന്നെ റാം നോക്കും, അങ്ങനെ നമുക്ക് അറിയുന്ന എല്ലാ സാധനവും നമ്മൾ നോക്കിയിട്ട് ഏറ്റവും നല്ല മൊബൈൽ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ആണോ അല്ലേ? കറക്റ്റ് അല്ലേ? അത് സിംഗിൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. എന്നാൽ 2 മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ പ്രത്യേകത എന്താ? അവർ ഏത് ഫോണാണ് എക്സ്ട്രാ ഉപയോഗിക്കുന്നത്? സാധാ ഫോൺ. എന്തിനായിരിക്കും ആ ഫോൺ ആയിരിക്കും? കോളിംഗ്. മറ്റേ ഫോണിൽ കോള് പോലേ ഇതിനായിരിക്കാം ബാറ്ററി എന്തിനാ ഫോൺ നിൽക്കുന്നേ. ഞാൻ പറഞ്ഞത് സിമ്പിൾ ആയിട്ട് പറയാം, 2 ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി, അവര് ബിസിനസ്സുകാരായിരിക്കും. ആണോ അല്ലേ? അവര് ബിസിനസ് ആവശ്യത്തിനുള്ള കാര്യങ്ങളായിരുന്നു. ആ ചെറിയ വലിയ മൊബൈൽ പോയി കഴിഞ്ഞാൽ അവർ പറയോ കോട്ടയം പ്രശ്നമില്ല. ഞാൻ ചെറിയ മൊബൈലെക്കാരും പോയി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവുക. കാരണം എന്താ? ചെറിയ മൊബൈലാണ് അവര് മൊത്തം ബിസിനസ്സും പൈസയും കിടക്കുന്നത്. ആണോ? ശ്രദ്ധിക്കില്ലേ? ഇനി നിങ്ങൾ നോക്കിയാൽ മതി, ശ്രദ്ധിക്കാത്ത ആൾക്കാർ നീ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ ഈ വലിയ മൊബൈൽ 20,000, 25,000, 30,000 കൊടുത്ത് വാങ്ങിക്കുന്ന മൊബൈൽ പോലും ഒന്നിനും നമുക്ക് വരുമാനം ഇല്ല എന്നുള്ള. എന്നാൽ നമ്മൾ 5 മണിക്കൂർ ഏറ്റവും കുറവ് നമ്മൾ അതിന് പണിയെടുക്കുന്നുണ്ട് അല്ലെ? 5 മണിക്കൂർ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുക? ഒന്നും കിട്ടില്ലേ? 5 മണിക്കൂർ ഒന്നും കിട്ടില്ലേ? ഏറ്റവും കൂടുതൽ 500 കിട്ടില്ലേ? 500 കിട്ടും, 600, 700 കിട്ടും. സാധാരണ ആൾ കൂലിപ്പണിക്കാണെങ്കിൽ 5-6 മണിക്കൂറൊക്കെ എടുത്തുകൊള്ളൂല്ലേ? എന്നാലും അയാൾക്ക് 800, 1000 വരെ വാങ്ങിക്കുന്ന ആൾക്കാർ സാധാരണക്കാരിൽ ഏറ്റവും കുറഞ്ഞാണ് പറയുന്നത്. എന്നാൽ നമ്മൾ തമ്മിൽ 5 മണിക്കൂർ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ 5 പൈസ വരുമാനം ഇല്ല എന്ന് പറയുമ്പോൾ വലിയൊരു മോശം തന്നെയല്ലേ? അല്ലേ? ഇനി ഇത് വരുമാനം കിട്ടുമില്ലേ? അതും പറ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ? എങ്ങനെ പറ്റും? യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ IT പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുന്ന ആൾക്കാർ കൈകൊണ്ട് അറിയും. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്ന അറിയുന്നല്ല, പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് അറിയുന്ന ആൾക്കാർ കൈകൊണ്ട് ഇപ്പൊ ക്ലിയർ ആയി. ഏകദേശം ഞാൻ 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചു എല്ലാ ഭാഗങ്ങളും ടച്ചായില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളായിരിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെറുതെ കണ്ണടച്ചിങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മൊബൈല്, കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പം ഐഫോൺ അല്ലെങ്കിൽ പിന്നെ ആപ്പിളിന്റെ കമ്പ്യൂട്ടർ വാങ്ങിച്ചുകൊണ്ടിരിച്ചാൽ നമ്മളെ പണി എന്താണ്? വീട്ടിൽ വെച്ചിട്ട് എന്തിനാണ് നമ്മൾ ആപ്പിളിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്? ഗെയിം കളിക്കാൻ ഉപയോഗിക്കും, പിന്നെ ഫിലിം കാണും, ഫീഡ് ഇട്ടില്ലേ, പിന്നെ യൂട്യൂബ് തുറന്നോക്കും, ഫേസ്ബുക്ക് തുറന്നോക്കും. ഈ 4 ഉപയോഗമാണ് നമുക്ക് ഈ സാധനങ്ങളുള്ളത്. ആണല്ലേ? എന്നാൽ ഞാൻ പറയാം, അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് അതിന് എക്സ്ട്രാ പൈസ വെക്കാം. ഞാൻ നേരത്തെ ചോദിച്ചു, കുലുക്കിയ പൈസ വീഴുമോ? ഇല്ല എന്നുള്ള അഭിപ്രായം. വീഴും, നമുക്ക് നോക്കാം. അത് പണം കായ്ക്കുന്ന വലിയ മരങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എന്തിന്റെ മരം തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ വെറുതെ കൊണ്ടു കിടക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിൽ കിടക്കാൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IT റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ? IT എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു വാക്കാണ് എന്ത്? ഓക്കെ, IT എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഈ ഗൂഗിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൂഗിൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആണോ അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ടിൽ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. കാരണം എന്താ? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്ന കാര്യങ്ങളോട് നമ്മൾ ഗൂഗിളിനോട് പറയും. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ആരോട് ചോദിക്കുക? ഗൂഗിൾ വിളിക്കുക. ആരാ ബെസ്റ്റ് ഫ്രണ്ടിനെക്കാട്ടി ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഗൂഗിൾ അല്ലേ? എന്നാ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഗൂഗിളിന്റെ ആൾക്കാരാണോ? ആണോ അല്ലേ? ആണ്. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ഗൂഗിളിന്റെ ആൾക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരു മടിയില്ല. രാത്രി 2 മണിക്ക് നമ്മൾ ഞെട്ടി എണീറ്റിട്ട് നമ്മൾ ചോദിക്കുകയാണ് എന്തെങ്കിലും ചോദ്യം, ഉത്തരം പറഞ്ഞില്ലേ? ഒരു മടിയില്ല. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതേ ഗൂഗിള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ടല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഗൂഗിളിന്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്? യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, ശരിയല്ലേ? തലയാട്ടിയാൽ മതി, നിങ്ങൾ പറയണമെന്നില്ല. യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നുണ്ട്, ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലേ? ഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്, ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗൂഗിളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ സാധനത്തിന് 5 പൈസ ഫീസ് കൊടുക്കാറുണ്ടോ? ഇല്ല. 1 രൂപ പോലും നമ്മൾ ഫീ കൊടുക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? എന്നാൽ നമുക്ക് പരിചയപ്പെടാം ഗൂഗിളിന്റെ CEO ആയിട്ടില്ല. ആരാണ് ഗൂഗിളിന്റെ CEO? ഗൂഗിളിന്റെ CEO ആണ്. ഗൂഗിളിന്റെ CEO ആണ് സുന്ദർ പിച്ചൈ. തമിഴ്നാട്ടുകാരനായിട്ടുള്ള സുന്ദർ പിച്ചൈ എന്ന ആളുണ്ടല്ലേ? സുന്ദർ പിച്ചൈക്ക് കഴിഞ്ഞ 2015 ഗൂഗിൾ കൊടുത്ത പൈസ എത്രയാണോ? $100 മില്യൺ. ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ ഏകദേശം 650 കോടി രൂപ. എത്ര? 650 കോടി രൂപ.
എന്നാൽ കഴിഞ്ഞ 2016 ഗൂഗിള് സിഇഒക്ക് കൊടുത്ത സുന്ദർ പിച്ചയ്ക്ക് കൊടുത്ത പൈസ എത്രയോ കഴിഞ്ഞ 2 ആഴ്ച മുന്നത്തെ പേപ്പറിൽ എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ട്. വായിച്ച ആൾക്കാർ ഉണ്ടാവും അല്ലേ? വായിച്ചിട്ടില്ലേ നിങ്ങള്? വായിച്ചിട്ടുണ്ടാവും ഉണ്ട്. എത്ര കൊടുത്തറിയോ? 1285 കോടി രൂപയാണ് സുന്ദർ പിച്ചை എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം ഗൂഗിൾ കൊടുത്തത്. എന്നാൽ ഗൂഗിളിന് ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. ഇവർക്കൊക്കെ എന്ത് ചെയ്യണം? ഗൂഗിൾ സാലറി കൊടുക്കണം അല്ലെ? എന്നാൽ വേറെ ഒരു സൈഡിൽ 5 പൈസ നമ്മൾ വരുമാനം അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? ഫീ അടക്കുന്നുണ്ടോ? ഫൈൻ കിട്ടുന്നുണ്ടോ? ഒരു പരിപാടി ചെയ്യുന്നില്ല. ഇതിനൊക്കെ എന്തോ ഒരു വ്യത്യാസമില്ലേ? എന്തോ ഒരു കുറവില്ലേ? ഗൂഗിളിൽ നമുക്കെല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് മറ്റേ സൈഡിൽ ഗൂഗിൾ നല്ല പൈസ അവരെ ആൾക്കാർക്ക് വാരിക്കൊടി കൊടുക്കുന്നുണ്ട്. എവിടെ നിന്നായിരിക്കും ഗൂഗിൾ ഇത്രമാത്രം വരുമാനം വരുന്നത്? ഗൂഗിള് നമ്മൾ ഇത്രയും കാലം ശ്രദ്ധിച്ചതാണ്, ഗൂഗിൾ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ തിരിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പരസ്യ കമ്പനിയാണ് ആര്? ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പരസ്യ കമ്പനി. ഈ ഗൂഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 30% മാത്രമേ അവർ പേഴ്സണലായിട്ട് ഉപയോഗിക്കൂ. ബാക്കി വരുന്ന 70% ലാഭവും അവരും മാറ്റി വെച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാ മാറ്റി വെച്ചാലോ? ഗൂഗിളിന്റെ ആൾക്കാർക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഗൂഗിളിന്റെ ആൾക്കാരാണോ? യെസ്, അതെ അല്ലേ? അങ്ങനെയല്ലേ? കാരണം നമ്മൾ ഗൂഗിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ? അതുകൊണ്ട് ഗൂഗിളിന്റെ ആൾക്കാർക്കൊക്കെ ഗൂഗിൾ പൈസ കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ആൾക്കാർക്ക് ഗൂഗിളിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് കൈമുട്ടി? അപ്പൊ എന്താ സംഭവിച്ചത്? വൺ വേ ലവ് പറയും. ഗൂഗിളിന് നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കര ലവ് ആണ്. പക്ഷെ ഇങ്ങോട്ട് ഗൂഗിളിന് മനസ്സിലായിട്ടില്ല നമ്മൾ ആരാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിളിന്റെ ആൾക്കാരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഗൂഗിളിന് മനസ്സിലായിട്ടില്ല നമ്മൾ ഗൂഗിളിന്റെ ആളാണ്. ഗൂഗിളിന്റെ ആൾക്കാർക്കൊക്കെ ഗൂഗിൾ പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നല്ല പൈസയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. എന്തിനേറെ കൊണ്ടോട്ടി എനിക്കറിയാലോ അല്ലെ? കൊണ്ടോട്ടി HDFC ബാങ്കില് ഗൂഗിളിന് മാസാമാസം വരുന്ന പൈസ എത്ര അറിയാം? ഏറ്റവും കുറഞ്ഞത് 65 ലക്ഷം രൂപയാണ്. കൊണ്ടോട്ടി HDFC ബാങ്ക്. കൊണ്ടോട്ടിലാണ് നിങ്ങൾക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ? വലിയ കോഴിക്കോട് വല്ല സിറ്റിയാണോ? എറണാകുളം, തിരുവനന്തപുരം ഒന്നുമല്ല, ചെറിയൊരു അങ്ങാടി. പക്ഷെ എളുപ്പമൊക്കെ ബിൽഡിംഗ് കുറെ പോയിട്ടുണ്ട്. ഏറ്റവും സാധാരണ ആൾക്കാരുണ്ട്. അവിടെ 65 ലക്ഷം രൂപയാണ് ഗൂഗിളിൽ നിന്ന് കൊടുത്തേക്കുന്നത്. ഗൂഗിളിന്റെ ആൾക്കാർക്ക് എത്ര ആൾക്കാരായി കൊടുത്തേക്കുന്നത്? നാട്ടുകാർക്ക് മൊത്തമില്ല, വെറും 6 അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഇനി അതിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം 40 ലക്ഷം രൂപയാണ് എവിടെ നിന്ന് വരുന്നത്? ഗൂഗിളിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഗൂഗിളിന്റെ ആൾക്കാർക്ക് ഗൂഗിൾ പൈസ കൊടുക്കണ്ടോ? ഉണ്ടില്ല. ഇനി ഗൂഗിളിന്റെ ആൾക്കാരാവാൻ നമ്മൾ എന്താ ചെയ്യാം? അത് ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഗൂഗിളിന്റെ ആൾക്കാരായി കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ ഗൂഗിളിനായിട്ട് അഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ ഗൂഗിളിനായിട്ട് നമ്മൾ അഗ്രിമെന്റ് ആവുമ്പോൾ ഗൂഗിളിന്റെ ആൾക്കാരായിട്ട് ഗൂഗിൾ കാണും. നമുക്കും ഗൂഗിളിന്റെ പൈസ കിട്ടും. കാരണം ഗൂഗിൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പൈസ കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. ആണോ അല്ലേ? 5 മണിക്കൂർ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഗൂഗിളിൽ പോയി വലതിലേക്ക് പോവുക. ആണോ അല്ലേ? ആണോ? അപ്പൊ നമുക്ക് പൈസ അവകാശമുണ്ട്. പക്ഷെ ഗൂഗിളിന് അറിയില്ല നമ്മൾ ആരാന്നുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ അതിന്റെ അടുത്തേക്ക് കിട്ടുക. അതിന്റെ മുന്നേ ഈ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഫിറ്റാക് IT ക്ലബ്ബാണ് നമ്മുടെ ഈ പ്രോജക്ട് സംഘടിപ്പിച്ചത്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ പങ്കെടുക്കുന്നതിന് പൈസ കൊടുക്കേണ്ട. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ മുഴുവനായിട്ട് ഡീപ്പായിട്ട് ഫുൾ അസിസ്റ്റന്റോടെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫിറ്റാക് നിങ്ങൾക്ക് അസിസ്റ്റന്റ് തരും. താല്പര്യമുള്ള ആൾക്കാർക്ക് ചെറിയൊരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യണം. ഈ വിഷയങ്ങൾ മുഴുവൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം തരുന്നത് കേട്ടോ. അതിന് ചെറിയൊരു എമൗണ്ട് ഉള്ളൂ, 3000 rupees. ഇത് ഇന്ത്യൻ പാർട്ടി ചെയ്യണോ? ഇയാൾ പൈസ ഇങ്ങനെ എടുക്കാൻ വേണ്ടി വന്നതാണോ? അല്ല, നിങ്ങൾക്ക് ഈ വിഷയം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഇനി താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ വിഷയം നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തിലേക്കുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോമസ് ആൽവ എഡിസൺ ആരാണ്? ബൾബ് കണ്ടുപിടിച്ചത്. അയാൾ ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് ബൾബ് എന്ന സാധനം ലോകത്തില്ലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശൂന്യതയാണ് ഇയാൾ ക്രിയേറ്റ് ചെയ്തത്. ആണോ? അത്ഭുതങ്ങളാണ്. 10,000 എത്ര പ്രാവശ്യം പരാജയപ്പെട്ടുള്ളത്? 1000-10,000 പ്രാവശ്യങ്ങളൊക്കെ ഇയാൾ തോറ്റുപോയി എന്നാ പറയുന്നത്. എന്ത്? ബൾബ് കണ്ടുപിടിക്കാൻ. അതേപോലെയാണ് നമ്മൾ ഈ ഐഡിയിലേക്ക് കയറുമ്പോൾ പല വിഷയങ്ങളും നമുക്ക് പറയാൻ ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ട് ഫിറ്റാക്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഫിറ്റാക്ട് ബന്ധപ്പെടുകയാണെങ്കിൽ എനിക്ക് വിഷയങ്ങളൊക്കെ പഠിക്കാം. അതുപോലെ തന്നെ ഫിറ്റാക്ടിനെ അഫിലിയേഷൻ ചെയ്യുന്ന വഴി നമുക്ക് 400 രൂപ മുതൽ 8000 രൂപ വരെ നമുക്ക് മേക്ക് ചെയ്യാൻ അവസരമുണ്ട്. ഈ വിഷയത്തിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവാണ് കേട്ടോ. ഈ വിഷയങ്ങളൊക്കെ കൂടെ പഠിക്കാൻ പറ്റും. ഗൂഗിളിന്റെ വിഷയത്തിലേക്ക് കടക്കാം. ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഗൂഗിളിന്റെ ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് എന്നുള്ള സാധനം അല്ലെ. യൂട്യൂബിൽ പ്രത്യേകം ഒരു 500 പോലെ സിനിമ കണ്ടു വീഡിയോ കണ്ടാൽ തീരുല്ല സാധനം. തീരുമോ? അതിന് മാത്രം വീഡിയോ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആരാ വന്നിട്ടത്? നമ്മുടെ നാട്ടിൽ കോഴിക്കോട് കോഴിക്കോട് ഇഷ്ടംപോലെ 1000കണക്കിന് വീഡിയോ കിട്ടും. ഇത് ഗൂഗിൾ നേരിട്ട് നിർത്താണോ? അല്ല, ഇവിടുത്തെ ആൾക്കാരാണ്
വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിലെ പരസ്യം വരുന്നത് കണ്ടിട്ടുണ്ടാവും. സ്കിപ്പ് ആഡ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ? സ്കിപ്പ് ആഡ് നമ്മൾ ക്ലിക്ക് ചെയ്യും, സ്കിപ്പ് പോവും, വീഡിയോ വരും അല്ലെ. കുറച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് വേറൊരു ആഡ് മുങ്ങി വരും, പോപ്പപ്പ് ആഡ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഒരു വീഡിയോ ജസ്റ്റ് പരിചയപ്പെടാം, അത് കഴിഞ്ഞാൽ നമുക്ക്